പറയുന്നത് നമ്മുടെ റജബ് നോമ്പ് 27-ന്റെ ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഒറോട്ടയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറോട്ടയ്ക്കായിട്ടുണ്ട് എല്ലായിടത്തും വെച്ച് നമ്മൾ ഒറോട്ട ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഒറോട്ടയൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി വരാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാർജ കടിക്കാനുള്ള ബൂസ്റ്റ് ഹോർലിക്സ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാല് ചായ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനായിട്ട് പാൽ ഒഴിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ ഒറോട്ടി നല്ല റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി പാലൊഴിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് ചായക്കായിട്ട്. ചായ ഏകദേശമൊക്കെ റെഡി ആവാറായി. വലിയ തേയിലയൊക്കെ ഇട്ട് അപ്പം ഞങ്ങൾ ഇന്ന് വല്ലുമ്മേൻ്റെ വീട്ടിലാണ് നോമ്പ് തുറക്കുന്നത്. അങ്ങനെ തേയിലയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചായ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഷാർജ അടിക്കലാണ്. അതിനായിട്ട് ബിസ്ക്കറ്റ്, ബൂസ്റ്റ്, ഓറഞ്ച്, കട്ടപ്പാലൊക്കെ എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം വെച്ചിട്ട് അടിപൊളി ഷാർജ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് നമ്മൾ കട്ടപ്പാൽ എടുത്തിട്ടുന്നുണ്ട് അതിനകത്തേക്ക്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ഷാർജയ്ക്കൊക്കെ ആയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഈ സമയത്ത് ഷാർജ നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കട്ടപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു. കുറച്ചൊരു 2 സ്പൂൺ പഞ്ചസാരയാണ് അത്. പിന്നെ കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ കഴിഞ്ഞ് നമ്മളിത് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. കുറച്ച് ബിസ്ക്കറ്റും കൂടി ഇട്ട് കൊടുത്തേ. അങ്ങനെ നമ്മൾ ഇനി അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. വല്യുമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുത്തൻ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് വണ്ടി ഇവിടെ വന്ന് സംഭവിക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ അവിടെ നിന്ന് കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇങ്ങനെ ഷാർജ രണ്ടാമത്തോട്ട് അടിക്കാൻ വേണ്ടി രണ്ടാമത്തോട്ട് നമ്മൾ ഓറിക്സ് ഒക്കെ ഇട്ട് നല്ലപോലെ അടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്ക് ഞാനാണ് അപ്പം അതെ ഫ്രിഡ്ജിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം എടുത്തിട്ട് വന്നു. സംഗതി നമ്മുടെ ഷാർജ സെറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അടിപൊളി താരമായ ഇറച്ചിക്കറിയാണ്. ഇറച്ചിക്കറിയൊക്കെ നല്ല രീതിയിൽ സെറ്റായില്ല എന്നിട്ട് തന്നെ കഴിച്ച് എനിക്ക് കൊതി വരും. അങ്ങനെ ബാങ്ക് വിളിക്കാനുള്ള പ്രാർത്ഥനയിൽ ഞാനും അബുവും കൂടി ഇങ്ങനെ കാത്തിരിക്കും. അങ്ങനെ വല്ലു എല്ലാം സെറ്റ് ചെയ്തെടുത്ത് അങ്ങനെ വല്ലു എല്ലാം സെറ്റ് ചെയ്ത് കഴിച്ച് ഇനി ബാങ്ക് വിളിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ കഴിച്ചേ ബാങ്ക് വിളിച്ചു. അങ്ങനെ കഴിച്ചേ ബാങ്ക് വിളിച്ച് ഞങ്ങൾ ഷാർജയൊക്കെ കുടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് തന്നെ കുടിച്ചത് ഷാർജയാണ്. ഞാനും അനിയനും കൂടെ നല്ല ആസ്വദിച്ച് ഷാർജ കൊടുക്കുകയാണ് ഗൈസ്. അതിന് ശേഷം പിന്നെ ഞങ്ങൾ അപ്പമാണ് കഴിച്ചേ. പൊറോട്ടി, ഇറച്ചിക്കറി, പാല് എല്ലാം കൂടി ഞങ്ങൾ നല്ല അടിപൊളി അപ്പം കഴിച്ചു. അങ്ങനെ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ ബൈ.